Praise the Lord. जय मसीह। Hallelujah. हालेलुया। കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु सबको आशीष देने पाए। എന്നെ കുറച്ചു പേർക്കെങ്കിലും പരിചയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. मुझे कुछ लोग जानता है ആമേൻ. क्योंकि कुछ दिन पहले मैं आपके बीच में आकर सेवा करने के लिए प्रभु ने मुझे मौका दिया था। Praise the Lord. കഴിഞ്ഞ 2020 ഇതേ മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളോടൊപ്പം എനിക്ക് നെടുങ്കോട്ടിലായിരിക്കാൻ കർത്താവ് സഹായിച്ചിരുന്നു. पिछला साल 2020 में यही फरवरी महीने में प्रभु का दास हमारे बीच में होता था। ആമേൻ. ഇന്ന് ദൈവമക്കളാകുന്ന നിങ്ങളെല്ലാവരെയും കാണുവാന് സ്നേഹം പങ്കിടുവാന് കർത്താവ് ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് സർവശക്തിയുള്ള ദൈവത്തിന് ഒന്നുകൂടെ महत्व ഞാൻ കരയേറ്റുകയാണ്. आज आपको एक बार और एक साल बीतने के बाद भी आप लोगों के बीच में वचन बोलने के लिए हो सकता है दूर में हो, माध्यम के द्वारा हो, लेकिन प्रभु ने मुझे दिया हुआ यह सुलभ अवसर के लिए मैं परमेश्वर को धन्यवाद करता हूं। ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ് നാമും ജീവിക്കുന്നത്. हालेलुया। हमारा प्रभु परमेश्वर जीवित खुदा है, इसलिए हम भी जीवित है। ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വാനമേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ നാമും തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു ദിനം നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. जब हमारी प्रभु यीशु मसीह जब बादलों में जब प्रकट होगा, तब हम भी महिमा के साथ उनके संग में हम भी प्रकट होगा। അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏക പ്രത്യാശ. അതാണ് हमारा जीवन का सबसे बड़ी और एकलौता आशा वही है। ആമേൻ. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. सभी लोग एक बार जय मसीह कह दीजिए, जय मसीह कह दीजिए। अपना वीडियो ऑन कर सकते हैं, करिए, वीडियो ऑन कीजिए। प्रभु का दास सबको देख रहा है। പ്രൈസ് ദി ലോർഡ്. सभी लोग वीडियो ऑन कीजिए। കർത്താവിൽ ബഹുമാനിയ എല്ലാ കർത്തൃദാസന്മാരും യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നുകൂടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. सारे प्रभु का दासों और दासियों और जो लोग छुटकारा पाया हर एक प्रभु का भक्तों को एक बार और मैं वंदन देता हूं। ഓക്കെ, അല്പസമയമേ നമ്മുടെ മുമ്പിലുള്ളൂ തിരുവെഴുത്തുകളെ ആമേൻ കേൾക്കുവാന്, തിരുവെഴുത്തിൽ നിന്ന് ധ്യാനിപ്പാന്, തിരുവെഴുത്തുകളെ ഭക്ഷിക്കാന്, പാനം ചെയ്യുവാന് നമ്മുടെ മുമ്പിൽ അല്പസമയമേ ഉള്ളൂ. परमेश्वर की वचन को भोजन करने के लिए थोड़ा सा ही समय हमारे बीच में है। ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. आमीन। हम परमेश्वर की पवित्र वचन हमको बताता है कि मनुष्य केवल रोटी से नहीं जीता, परमेश्वर से मुंह से निकलने वाला पवित्र वचन के द्वारा भी जीता है। ആമേൻ. ഹല്ലേലൂയ. അനേക ഭക്തന്മാരെ ദൈവത്തിന്റെ വചനത്തില് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് നമ്മുടെ കർത്താവായ നമ്മുടെ രക്ഷകനും നമ്മുടെ ദൈവവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയാണ് ഒന്നാമത് ഹല്ലേലൂയ നമ്മുടെ മുമ്പില് വരച്ചു കാണിച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാർ. प्रभु की पवित्र वचन में बहुतेरे भक्तों को, प्रभु की लोगों को बारे में लिखा हुआ है, लेकिन सबसे पहले हमारा प्रभु जो हमारा उद्धार करता, हमारा छुड़ाने वाला प्रभु यीशु मसीह के बारे में अच्छा से वर्णन करके प्रेरित लोगों ने दिखाया हुआ है। പഴയ നിയമത്തിൽ അനേക ഭക്തന്മാരെ ദൃഷ്ടാന്തമായി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അനേക അപ്പോസ്തോലന്മാരെ ദൃഷ്ടാന്തമായിട്ട് നമുക്ക് മാതൃകയായിട്ട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. नया नियम और पुराना नियम में बहुतेरे प्रभु की दासों को, भक्तों को एक उदाहरण के लिए, हमारे लिए अच्छे तरीके साधारण जीवन का बातें हमारे लिए स्पष्ट रूप से समझने के लिए लिखा हुआ है।
ആമേൻ. നമ്മുടെ പേര് തന്നെ പല പേരുകളിൽ നാം അറിയപ്പെടാറുണ്ട്. ആമേൻ. നമ്മുടെ പേര് ഒന്ന് വിശ്വാസികൾ, മറ്റൊരു പേരിൽ പറയുകയാണെങ്കിൽ പ്രാർത്ഥനാക്കാര് എന്നാണ് നമ്മളെ പറയുന്നത്. കൈകൊട്ടി പാടുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വ്യത്യസ്തരായുള്ള ആമേൻ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നാം. हालेलुया। हमारे बारे में अलग अलग नाम दुनिया के बीच में बोला जाते। एक तो बोलते विश्वासी लोग, दूसरा बोलते प्रार्थना करने वाला लोग, अलगदाई जीवन जीने वाला लोग, मतलब चिल्लाने वाला लोग, जोर से ताली मारकर प्रार्थना करने वाला लोग। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗത്തെ ഞാൻ ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തില് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗം. याकूब का पत्री 5वां अध्याय उसका 17वां वचन के अंदर ऐसा लिखा है, एलिया भी तो हमारे समान दुख सुख भोगी मनुष्य था। आमीन ആമേൻ. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, ഒരു വലിയ പ്രവാചകനാണ്. നാം ഏലിയാ പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ അല്പം ഭയപ്പെടും. കാര്യം ദൈവം കൂടെ ഇരിക്കുകയും ആമേൻ ആ ഏലിയാവിനെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യിച്ച ഒരു പ്രവാചകനായ പഴയ നിയമത്തിലെ വലിയ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. एलिया जो नबी है, जो भविष्यवक्ता है, जो नबूवत करने वाला व्यक्ति है, उसके बारे में पुराना नियम में उसको पढ़ने वाला ही डरता था। लेकिन उस समय का समाज का लोग, राजा लोग तक एक साधारण व्यक्ति से इतना डरता था, लोग उनकी आने से पूरी देश घबरा जाता था। उस व्यक्ति के बारे में है यहां प्रभु का वचन कह रहा है। നമ്മളും ഇത് കേൾക്കുമ്പോൾ അതൊരു വലിയ പ്രാർത്ഥനാ മനുഷ്യൻ, അല്ലെ വലിയൊരു പ്രവാചകൻ, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു വലിയ മനുഷ്യനെന്ന് നാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിൽ അങ്ങനെ ഒരു ചിത്രം വരും. हम जब उसके बारे में नाम लेते तुरंत हमारे मन के अंदर ऐसा भावना आता है, प्रभु के द्वारा इस्तेमाल किया हुआ परमेश्वर हमारे हमेशा संग रहने वाला, प्रभु का नाम के लिए जो कुछ भी अपनी मुंह से कहा हुआ वो बात बिल्कुल पूरा हुआ एक व्यक्ति है एलिया। ആമേൻ. പക്ഷേ പരിശുദ്ധ ആത്മാവ് ലേഖന ഭാഗങ്ങളിൽ യാക്കോബ് അപ്പോസ്തലനിലൂടെ എഴുതി ചേർത്തിരിക്കുന്ന നാം വായിച്ച വചനങ്ങളെ ശ്രദ്ധയോടൊന്ന് നോക്കിയാല് അവിടെ എഴുതിയിരിക്കുന്നു, ഏലിയ പ്രവാചകൻ നമുക്ക് സമസ്വഭാവമുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. इतना बड़ा प्रभु के महिमा के लिए इस्तेमाल हुआ ये जो बंदा है, उस बंदा के बारे में यहां ये लिखा है, एलिया नबी हमारे समान दुख सुख भोगी मनुष्य था। ആമേൻ. എന്തിനാണ് ഇത്ര ഒരു വ്യക്തിയെ എടുത്തുകൊണ്ടെന്ന് സ്ട്രെസ് ചെയ്ത്, അതായത് ഹൈലൈറ്റ് ചെയ്ത് ഇത് പറഞ്ഞിരിക്കുന്നത്? ദൈവം ഏലിയാവിനെ ഉപയോഗിച്ചതിലധികം നമ്മളെ ഉപയോഗിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നുള്ള വസ്തുത ഇന്ന് ഈ സന്ധ്യയെങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാവരും തിരിച്ചറിയട്ടെ. एलिया के बारे में इतना इस्तेमाल होने वाला व्यक्ति के बारे में प्रभु की वचन के अंदर, पत्री के अंदर ऐसा साधारण व्यक्ति है करके लिखने का पीछे का कारण क्या है? सर्वशक्तिमान परमेश्वर इस धरती पर उन पर विश्वास करने वाला, चाहे कोई भी व्यक्ति हो, अनपढ़ हो या पढ़े लिखे हो, धनी हो या गरीब हो, कोई भी छोटे हो या बड़े हो, कोई भी व्यक्ति को एलिया से भी बढ़कर ये धरती पर प्रभु की महिमा के लिए इस्तेमाल करने के लिए प्रभु चाहता है। ആമേൻ. ഇവിടെ ഏലിയാവിനെ എടുത്തു കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥന എന്നുള്ള ഒരു വിഷയമാണ്. ഇവിടെ ഏലിയാവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, ഏലിയാവിന്റെ ജീവിതത്തില് ഒത്തിരി ആമേൻ താപ്പോട്ട് നാം നോക്കുകയാണെങ്കിൽ പ്രവാചക പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഏലിയാവിനെ കുറിച്ചുള്ള ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ ഇട്ടത് ആ ഒരു ഭാഗത്ത് എടുത്തു കാണിച്ചിരിക്കുന്ന കാര്യം ആമേൻ ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്.
एलिया, ये जो याकूब का पत्र 5वां अध्याय जब हम पढ़ता है, प्रभु का दास ये बताना चाहता है प्रार्थना के बारे में। प्रार्थना में आप क्या कर सकते हो, प्रार्थना में आप क्या पा सकते हो, उस तरीके से एलिया जो नबी है, जीवन में जैसे भी बड़े बड़े कार्य किया तो वो सिर्फ प्रार्थना की वजह से सब कुछ हुआ है करके ये बताना चाहता है। നമുക്കറിയാം തിരുവെഴുത്തില് മോശ, തിരുവെഴുത്തിലെ യോശുവ തുടങ്ങിയ ശക്തനായ പ്രവാചകന്മാർ അവർ സാധാരണ, അതായത് സൂര്യൻ നിൽക്കുക, ചന്ദ്രൻ നിൽക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ മാസ്റ്റർ പദ്ധതിയിലുള്ളതാണ് പകല് രാവ്, സൂര്യൻ ഉദിക്കുക അസ്തമിക്കുക, ചന്ദ്രൻ ഉദിക്കുക അസ്തമിക്കുക, ഇതൊക്കെ ദൈവത്തിന്റെ മാത്രം കാര്യപരിപാടിയുള്ളതാ. പക്ഷേ സാധാരണ മനുഷ്യരിലൂടെ സൂര്യനെ നിൽക്കുകയും ആമേൻ ചന്ദ്രനെ നിൽക്കുവാൻ തക്കവണ്ണം ആമേൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചപ്പോൾ, അധരം കൊണ്ട് പറഞ്ഞപ്പോൾ അത്ഭുതകരമായ ആമേൻ നിലവാരത്തിൽ സൂര്യനും ചന്ദ്രനും നിന്നുവെങ്കില് ആമേൻ അതേ നിലവാരത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മളെയും ദൈവം ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട് എന്ന് ഇന്ന് ഈ സന്ധ്യങ്ങൾ തിരിച്ചറിയട്ടെ. हम देख सकता है पुराना नियम में मूसा हुआ, यहोशुआ हुआ और बड़े बड़े प्रभु का दास लोग हुआ। उनके द्वारा जैसे मूसा के द्वारा समुद्र 2 भाग हुआ, यहोशुआ के द्वारा सूर्य को वो शाम को जो अस्तमय के समय पर हुक्म देकर बोला, सूर्य तुम गिदयोन की तराई पर वहीं खड़े रह, तुम अभी अस्तमय का समय नहीं हुआ, चंद्रा तू वहीं खड़े रह। उस तरीके के प्रकृति की बातों को रुकावट करने वाला, रोकने के लिए अपने मुंह से शब्दों के द्वारा, प्रार्थना के द्वारा परमेश्वर के लिए आश्चर्य कर्म करने वाला लोग है जो पुराना नियम का लोग। उनके बारे में प्रभु हमको बता रहा है प्रार्थना के द्वारा सब कुछ संभव है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന യാക്കോബിന്റെ ലേഖനം ഇവിടെ 17ന്റെ താഴെ എഴുതിക്കുന്നു. എന്താണ് ആമേൻ ഏലിയാവിലൂടെ സംഭവിച്ചത്? 3 വർഷവും 6 മാസവും പ്രാർത്ഥനയിൽ ഏലിയാവ് അപേക്ഷിച്ചപ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകൾ അടയപ്പെട്ടു. हालेलुया. हम देख सकता है एलिया नबी आहाब राजा का सामने जाकर, हम राजाओं का किताब उसका 17 अध्याय में हम देख सकता है, जाकर उन्होंने एक हुक्म दिया, जब तक मैं नहीं बोलूंगा ये धरती पर बारिश नहीं होगा करके जो बोला है। तो आप हालेलुया देख रहा है 3 साल से अधिक उस देश में प्रभु का दास का हुक्म के द्वारा बरसात नहीं हुआ। അവൻ വീണ്ടും പ്രാർത്ഥനയിൽ അപേക്ഷിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. हम याकूब के पत्र पे आप पढ़ सकते, देखो वहां फिर लिखा है, दोबारा जब उन्होंने बोला बरसात होने दे, उन्होंने जब बोला अपने मुंह से 3.5 साल के बाद फिर बरसात हुआ, धरती पर खेतियां हुआ। ആമേൻ. പുതിയ നിയമത്തില് ദൈവം തന്റെ മക്കളെ, ആമേൻ, ഒന്ന് നാം തിരിച്ചറിയണം. പുതിയ നിയമത്തിലെ ദൈവമക്കൾ നാം ക്രിസ്തുവിലാണ്. പഴയ നിയമത്തിലെ ഭക്തന്മാർ അവരെ ദാസന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അവരുടെ മേലാത്മാവ് വന്നിരുന്നു. പക്ഷേ ഇന്നോ കൊലോസി ലേഖനം 2-ാം അധ്യായത്തിനകത്ത് ഇവിടെ വ്യക്തമായി ആമേൻ പറയുന്നു, 1:26 കാണാൻ കഴിയും. ആമേൻ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ള സത്യവസ്തുത നാം തിരിച്ചറിയണം. हालेलुया. पुराना नियम में प्रभु की लोगों के ऊपर परमेश्वर की आत्मा उतरता था, लेकिन उससे बढ़कर नया नियम का लोग हम होने के बाद सर्वशक्तिमान की आत्मा प्रभु का प्रेरित पौलुस कोलोसियों का पत्री में बोलता है। एक बहुत बड़ा भेद मैं आपको बताना चाहता हूं कि जो परमेश्वर का पवित्र आत्मा तुम पर बसा हुआ है। ആമേൻ. എഫെസി ലേഖനം 1:4 നമ്മളെ കുറിച്ചുള്ള മാസ്റ്റർ പദ്ധതി എഴുതി വെച്ചിരിക്കുകയാണ്. ലോകസ്ഥാപനത്തിനു മുമ്പേ നമുക്കറിയാം, ഭൂമി ഉണ്ടായതിനെ കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ കാണാം, സൃഷ്ടിപ്പിനെ കുറിച്ച് തിരുവെഴുത്തിൽ കാണാം,
സൃഷ്ടിപ്പിന്റെ കഥകൾ പറയുകയാണെങ്കിൽ 6 വർഷത്തെ കഥകളെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. 6 വർഷത്തെ ചരിത്രം. ഭൂമി ഉണ്ടായത് നമുക്ക് കോടാനുകോടി വർഷങ്ങളുടെ ചരിത്രമാണ്. പക്ഷേ അതിനു മുമ്പ്, ലോകസ്ഥാപനത്തിനു മുമ്പ്, ഉലകസ്ഥാപനത്തിനു മുമ്പ് അനാദിയിങ്കൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ നമ്മുടെ ചിന്തകൾക്ക് അല്പം ബുദ്ധിമുട്ടാ. പക്ഷേ ഇതാണ് ദൈവത്തിന്റെ ആമേൻ നമ്മളെ കുറിച്ചുള്ള പദ്ധതി. ഉലകസ്ഥാപനത്തിനു മുമ്പ് നമ്മെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. हालेलुया। परमेश्वर का पवित्र वचन एफेसियों का पत्री पहला अध्याय उसका 4 वचन में हमारे बारे में लिखा है, दुनिया का उत्पन्न होने से पहले प्रभु हमको यीशु मसीह पर चुना। धरती का जन्म उत्पन्न करोड़ों साल पहले हुआ, लेकिन उस करोड़ साल पहले प्रभु हमको यीशु मसीह पर चुना है करके लिखा है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാലസമ്പൂർണതയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി വെളിപ്പെട്ടു വന്നു. കാലത്തിന്റെ സമ്പൂർണത നമ്മെക്കുറിച്ചും പറവാനുള്ളത് കാലത്തിന്റെ ആമേൻ സമ്പൂർണ്ണ, അതായത് നാം ജനിക്കണമെന്ന് ദൈവം കണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാം ജനിച്ചു, അതായത് വെളിപ്പെട്ടു വന്നു. നാമും ഹല്ലേലൂയ ക്രിസ്തുവിലുണ്ട്. ക്രിസ്തു എന്നുണ്ടോ അതുമുതൽ നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും ഇതാണ്. കാലത്തിന്റെ നാം ജനിച്ചത്, ഓരോ കാലത്തിന്റെ സമ്പൂർണത ക്രിസ്തു ജനിച്ചതുപോലെ തന്നെ ആ പ്രാധാന്യതയാണ് ക്രിസ്തുവിലായ ആമേൻ നമുക്ക് ഓരോരുത്തർക്കും. प्रभु यीशु मसीह का जन्म के बारे में लिखा है, जब समय पूरा हुआ, कुंवारी के अंदर परमेश्वर का पुत्र का जन्म हुआ। उसी जैसा ये धरती पर जन्म होने वाला हर एक व्यक्ति के बारे में जब प्रभु की इच्छा जब हुआ, प्रभु आपके बारे में जब सोचा, प्रभु का इच्छा के अनुसार हम एक एक व्यक्ति का जन्म हुआ। ये आप भूले नहीं, हर एक व्यक्ति के बारे में प्रभु की एक योजना है, प्रभु की एक इच्छा है। उस इच्छा के लिए ये धरती पर प्रभु ने आपको रखा है। ആമേൻ. നാം രക്ഷിക്കപ്പെട്ട, അതായത് ക്രിസ്തുവിൽ നാം ആയിത്തീർന്നത്, ആമേൻ, ഇവിടെ ഒരു മീറ്റിംഗ് നടന്നതുകൊണ്ടല്ല, ദൈവം നമ്മെ രക്ഷിക്കപ്പെടുത്തുവാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സമയമാണ്. ഇന്നലകളിൽ അല്ലെ ഇന്നുകളിൽ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ സംവത്സരങ്ങളിൽ ദൈവത്തിന്റെ ആമേൻ ആ കരുതലാണ്. ദൈവത്തിന്റെ ആമേൻ നമ്മളെ കുറിച്ചുള്ള പദ്ധതിയുടെ സമയമായപ്പോഴാണ് നാമും രക്ഷയിലേക്ക്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുവാൻ മുഖാന്തരങ്ങൾ ഒരുക്കപ്പെട്ടത്. हालेलुया। हम लोग जो प्रभु में होने के पीछे कारण, हालेलुया, आप सोचने का मतलब, हालेलुया, यहां एक मीटिंग लगाने की वजह से नहीं, करोड़ों 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 साल पहले प्रभु आपके ऊपर निर्णय किया, उसी का बिचवाई है आज का या कल का, जो आपको प्रभु के दासों के द्वारा जो मिला हुआ पवित्र वचन, उसी के द्वारा प्रभु की निर्णय बहुत करोड़ों साल पहले आपके ऊपर हुआ। उसी का हालेलुया निर्णय है, उसी का प्रगट है जो आज आप प्रभु में है। ആമേൻ. ദൈവമക്കളെ, വേഗം സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ വേഗം മുമ്പോട്ട് പോവുകയാണ്. ഒന്ന്, നാം തിരിച്ചറിയുക, ആമേൻ, ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ആമേൻ പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ആമേൻ ഇട്ടിരിക്കുന്ന ചില ക്രമീകരണങ്ങളുണ്ട്. അവിടെ ആമേൻ നമുക്കറിയാം, 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 42 വാക്യങ്ങൾ അവിടെ ഉണ്ട്. 36, 42 2 വാക്യങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്നു. ഒന്ന്, ഏലിയാവ് പ്രാർത്ഥിച്ചത്, യഹോവേ ഉത്തരം അരുളേണമേ. അതിന്റെ 42-ാമത്തെ വാക്യത്തില് ആ ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ചില വിശദീകരണങ്ങൾ ഒറ്റ വാക്കിൽ പറയുകയാണ്. ഏലിയാവ് പ്രാർത്ഥിച്ചത് താൻ മുഴങ്കാലുകൾക്ക് ഇടയിൽ തല കുനിച്ചു വെച്ച്, അതായത് നാം അങ്ങനെ ചെയ്യാൻ നോക്കിയാൽ അല്പം വിഷമതയുള്ളതാ. ആ പ്രാർത്ഥനയുടെ കഠിനതയുടെ ആ രൂപത്തെയാണ് അവിടെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് അവിടെ എഴുതിയിരിക്കുകയാണ്, താൻ മുഴങ്കാലുകൾ ആമേൻ തല മുഴങ്കാലുകൾക്കിടയിലേക്ക് ഇറക്കി വെച്ച് ദൈവത്തോട് കഠിനമായി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ രൂപമാണ് അവിടെ കാണാൻ കഴിയുന്നത്.
हम यहां एलिया के बारे में, एलिया का प्रार्थना के बारे में यह बता रहा था कि एलिया एक प्रार्थना व्यक्ति था। वो परमेश्वर की चरणों में हालेलुया प्रार्थना करते हुए उसका वर्णन किया हुआ है। पहला राजा 18:42 में उन्होंने भूमि पर गिरकर अपना मुंह घुटनों के बीच में कर प्रभु की ओर, हे परमेश्वर उत्तर दे करके चिल्लाते हुए उन्होंने പ്രാർത്ഥന किया। ആമേൻ. അവിടെ താഴെ നമുക്ക് കാണാൻ കഴിയും, ഒരു പ്രാർത്ഥനയല്ല, തന്റെ ഭൃത്യനോട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ പോയി നോക്കുക മറുപടി ഉണ്ടോ. അങ്ങനെ 7 പ്രാവശ്യം. നമുക്കറിയില്ല എത്ര സമയം കടന്നുപോയി, പക്ഷേ ആവർത്തിച്ച് ഒരു വിഷയത്തിന് വേണ്ടി യഹോവേ ആകാശത്തെ അടയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആകാശം അടഞ്ഞുപോയി. 3 വർഷവും 6 മാസവും ആകാശം അടഞ്ഞെങ്കിൽ പിന്നത്തേതിൽ ആകാശം തുറക്കപ്പെടാൻ 7 പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് 7ാം പ്രാവശ്യമാണ് ഒരു ചെറിയ മറുപടി, കൈ പോലെ മാത്രം ഒരു മേഘം സ്വർഗത്തിൽ നിന്ന് മറുപടിയായി വെളിപ്പെട്ടത്. उस 18 अध्याय का आगे को अगर आप पढ़ेगा तो हम देख सकता है एलिया एक शब्द के द्वारा अग्नि को उतारा, एक शब्द के द्वारा आकाश को बंद किया, बादल को बंद किया। लेकिन जब बाद में जब बरसात कराने के लिए जब उन्होंने प्रार्थना किया, अपनी सिर को घुटना के बीच में लगाकर भूमि पर गिरकर जब प्रार्थना किया तो हालेलुया आप देख सकता है एक बार नहीं, बार बार 7 बार उन्होंने प्रार्थना किया। तब हम देख सकता है 7वां बार जब वो बोलता तो हाथ सा एक छोटा सा बादल उड़ते हुए देखा। उसके बाद बहुत बड़ा बरसात उस देश में हुआ करके हम देख सकता है। बार बार प्रार्थना किया है, एक ही बार में भी प्रार्थना हुआ है। ആമേൻ. പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും മറുപടി ഉണ്ട് ദൈവമക്കളെ. अगर आप अपने विषय के लिए मन लगाकर, दिल लगाकर, अगर आप घुटना टेक कर, आंसू बहाकर अगर आप प्रार्थना करेगा तो आपका विषय चाहे धरती पर मानो से असंभव हो, हमारा परमेश्वर से वो संभव कर आपका विजय का, आपकी प्रार्थना विषय के ऊपर आप यहोवा निसी करके विजय का झंडा जगाएगा। ആമേൻ. നാം ഒന്ന് തിരിച്ചറിയേണ്ട വസ്തുത, എഫെസി ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-13 മുതലുള്ള വാക്യങ്ങളിനകത്ത് വ്യക്തമായിട്ട് പ്രാർത്ഥനയാണ് അവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം, പ്രാർത്ഥനയുടെ അർത്ഥമെന്താണ്, ആരാണ് പ്രാർത്ഥിക്കേണ്ടത്, അവിടെ വ്യക്തമായി ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ 10ന്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുകയാണ്. 13 മുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ആ അലങ്കാരികതയാണ് അവിടെ കാണാൻ കഴിയുന്നത്. എഫെസി ലേഖനം 6ന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ആമേൻ നാം പൂർണ്ണമായി ക്രിസ്തുവിലാകുക എന്നുള്ള വസ്തുതയാ അവിടെ പൂർണ്ണമായിട്ട് എടുത്തു കാണിക്കുന്നത്. എഫെസി ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം. आमीन. एफेसियों का पत्री 6 अध्याय उसका 10वां वचन के अंदर प्रार्थना के लिए एक व्यक्ति किस तरीके से तैयार करना है, किस तरीके से क्यों प्रार्थना करना है, किस तरीके से अपने आप को समझाना है, लगाना है, उसके आगे वचन में लिखा है, इसलिए परमेश्वर के सारे हथियार बांध लो कि तुम बुरे दिनों में सामना कर सको और सब कुछ पूरा करके स्थिर रह सको. आमीन. 13-ാം വാക്യത്തില് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, അതായത് ദുർദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ വരാൻ സാധ്യതയുണ്ട്. ആമേൻ. അതുകൊണ്ട് തമ്പുരാൻ തന്നെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, സർവായുധവർഗം നാം എടുത്തിരിക്കണം. നാം ഓർക്കും ഇത് അന്നരത്തേക്ക് എടുക്കേണ്ട കാര്യമാണോ? അല്ല, ഇത് തിരിച്ചറിയേണ്ട വസ്തുത. ഒന്ന്, പ്രാർത്ഥിക്കാൻ കയറുന്ന വ്യക്തി ഇത് പൂർണ്ണമായി അവന്റെ കയ്യിലുണ്ടെങ്കിലേ ഉള്ളൂ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായ മറുപടി. പറഞ്ഞു വാസു. आमीन. हालेलुया. यहां 6 का 13 वचन में लिखा है, इसलिए परमेश्वर की सारे हथियार बांध लो. क्यों? कि बुरे दिन की सामना कर सके.
जो व्यक्ति प्रार्थना के लिए प्रभु की चरणों में जब बैठते हैं, उस व्यक्ति का काम है हालेलुया परमेश्वर के सारे हथियारों को अपने जीवन में उठाते हुए हालेलुया चले। वो व्यक्ति जब प्रार्थना करते हैं, देखना उनके जीवन में एलिया के द्वारा जो हुआ है उस तरीके का बड़े बड़े काम आपके द्वारा भी प्रभु करेगा। 14-ാം വാക്യത്തിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചിരിക്കണം. ഈ സത്യവും നീതിയും ആരാണ്, എന്തുവാണ്? हालेलुया। वहां 6 अध्याय का 14 वचन में लिखा है, सत्य से अपनी कमर कसकर और धार्मिकता की जिलम पहनकर आपको चलना है। सत्य और धार्मिकता है क्या? ആമേൻ. അതിനകത്ത് വ്യക്തമായി ഒന്ന്, നാം രക്ഷിക്കപ്പെട്ട, ഇത് സംസാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട, അതായത് ദൈവ പൈതലിനോടാണ് സംസാരിക്കുന്നത്. സത്യമെന്ന് പറയുന്നത് ആമേൻ, സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വന്ന നമ്മുടെ സത്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. हालेलुया। यहां बोला हुआ है प्रभु की दास के लिए बोला हुआ है, प्रभु की भक्तों के लिए, जो लोग उद्धार पाया है उस व्यक्ति के लिए बोला है। हम ये बोल रहा है कि सच्चाई क्या है? वो है हमारा प्रभु यीशु मसीह। उनको अपने जीवन में लेना है। കർത്താവായ യേശു ക്രിസ്തു അവൻ നമുക്ക് നീതിയായി തീർന്നു. ആ നീതിയാണ് നമ്മളിലുള്ള നീതി. ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ ആമേൻ സത്യവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്, നീതിയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ നീതിയാണ് നാം ധരിച്ചുകൊണ്ട് പ്രാർത്ഥനയിലിരിപ്പാൻ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. प्रार्थना में बैठते वक्त हमारा प्रभु यीशु मसीह है जो सच्चाई, सत्य और धार्मिकता भी हमारा प्रभु यीशु मसीह है, क्योंकि उन्होंने अपना जीवन देकर हमारे लिए, हमको धर्मी ठहराने के लिए अपने आप को दे दिया। इसलिए प्रभु यीशु मसीह को अपने जीवन में लेते हुए, प्रभु की चेला बनते हुए आपको परमेश्वर की सामने प्रार्थना के लिए बैठना है। ആമേൻ. തൊട്ടടുത്ത് കാണുന്നത് ആമേൻ, നാം സുവിശേഷീകരണത്തിന്റെ ചെരുപ്പ് ധരിക്കുക എന്നവിടെ കാണുന്നുണ്ട്. वहां आगे 6 वचन में लिखा है, पावों में सुसमाचार की जूते पहनो। ആമേൻ. ആരെ കുറിച്ചുള്ള സുവിശേഷമാ? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, അതായത് നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നു, കാലസമ്പൂർണതയിൽ അവൻ വെളിപ്പെട്ടു എന്നുള്ള വസ്തുത, ക്രിസ്തുവിനെ, നാം ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ മാത്രമാണ് നാം ഉയർത്തേണ്ടത്. അതാണ് സുവിശേഷീകരണം. പറഞ്ഞോ. सुसमाचार का मतलब क्या है? प्रभु यीशु मसीह परमेश्वर मनुष्य बनकर धरती पर आया। वही चीज हमारे जीवन में, हमारी चाल चलन में, हमारी बोल में, हमारी उठने बैठने में, हमारी जीवन की हर एक जगह, जूते का मतलब आपकी जीवन की हर एक जगह उसी को आप पहनकर चलना है। प्रभु यीशु मसीह आपका जीवन का सब कुछ होना चाहिए। അടുത്തത് അവിടെ കാണുന്നു വിശ്വാസത്തെ കുറിച്ച്. വിശ്വാസം, ക്രിസ്തുവിലെ വിശ്വാസത്തിലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സുവിശേഷീകരണം, ആമേൻ, വചനം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ, ആമേൻ, ആ വചനത്താലും വരുന്നു. വചനം ക്രിസ്തു, അത് വിശ്വാസത്താൽ നമ്മളിലേക്ക് പ്രവർത്തിച്ചത് മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് വിശ്വാസം എന്ന പരിചയ ധരിച്ചുകൊണ്ടായിരിക്കണം നാം പ്രാർത്ഥനയിൽ ഇരിക്കേണ്ടത്. जो व्यक्ति प्रभु यीशु मसीह को जो ग्रहण करता है विश्वास के द्वारा, कृपा अनुग्रह के द्वारा हमारे अंदर हालेलुया हम उद्धार पाया, और हालेलुया विश्वास के द्वारा हम यीशु मसीह को अपना जीवन का उद्धारकर्ता के रूप पर हमने स्वीकार किया। जब हम स्वीकार किया तो एक बार स्वीकार करके वो विश्वास को फिर बने रहना है। कैसे बने रहेगा? प्रार्थना के द्वारा, उपवास के द्वारा, वचन पढ़ने के द्वारा, और क्या बोलते संगति के द्वारा, और प्रभु के दासों का आदर करने के द्वारा, तभी विश्वास, उस विश्वास का क्या लिखा है, डाल को लेकर अपने जीवन में खड़े रहना है। അടുത്തത് പറഞ്ഞിരിക്കുന്നു, രക്ഷ നമ്മുടെ തലയ്ക്ക് ശിരസ്ത്രമായിരിക്കണം. എന്താണ് രക്ഷ?
ആരാണ് രക്ഷ? हमारे हमारे इधर लिखा है उद्धार का टॉप हम बने। क्यों? कौन है हमारा उद्धार? क्या है उद्धार? क्यों किस तरीके से हमको उद्धार पाया गया? അടുത്തത് അവിടെ കാണുന്നത് ദൈവത്തിന്റെ വചനമെന്ന ആത്മാവിന്റെ വാള്. നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ ഹല്ലേലൂയ സ്തോത്രം, ദൈവവചനം എന്ന് പേരുള്ളവൻ. ആ ദൈവവചനം എന്ന് പേരുള്ള കർത്താവായ യേശു ക്രിസ്തുവാകുന്ന സുവിശേഷത്തിന്റെ ആ വാൾ നമ്മുടെ ആദരത്തിൽ വേണം. അതാണ് പ്രാർത്ഥന. उद्धार का मतलब है हालेलुया, आप जब जीवित रहते हो, धरती पर कहीं भी रहते हो, सिर्फ कलीसिया में आने का समय अकेला नहीं। हालेलुया, आप खेती में जाते हो, जंगल में जाते हो, नौकरी करने जाते हो, बिजनेस करने जाते हो, उद्योग नौकरी करने जाते हो, हर जगह उद्धार का जो टॉप आपका सिर पर आपकी घमंड को दिखाता है। आप उद्धार पाया वो व्यक्ति है, वो व्यक्ति को परमेश्वर का पवित्र वचन जो यीशु मसीह आदि में वचन था, वचन परमेश्वर के साथ था, वचन देहधारी होकर हमारे बीच में आया। वही जो वचन है वो एक तलवार है। वो तलवार को लेकर, यीशु मसीह को लेकर, वचन को लेकर जब आप अपनी जीवन में रहेगा, फिर देखना आपकी प्रार्थना में चमत्कारियां होने लगेगा। 18-ാം വചനത്തിൽ 18-ാമത്തെ വാക്യ പ്രകാരം എഴുതിയിരിക്കുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടിരിക്കുകയും. പ്രാർത്ഥനയുടെ നമുക്കറിയാം ഇതെല്ലാം അതായത് ഒരു വസ്ത്രത്തിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ് ഒരു ഭക്തന്റെ പ്രാർത്ഥന. ഈ ഭക്തൻ പറയുന്ന കാര്യം അതേപോലെ, നീ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. പ്രാർത്ഥിക്കുന്നതിന് ദൈവം നീതിയോടെ ന്യായത്തോടെ മറുപടി ഇങ്ങനെ ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിന്റെ രക്ഷ അനുഭവിച്ച് ആമേൻ സുവിശേഷത്തിന്റെ ഒരുക്കത്തിനു വേണ്ടി നീതി ആമേൻ സത്യം അരക്കി കെട്ടി ആത്മാവിന്റെ വാൾ ധരിച്ചുകൊണ്ട് ഒരുവൻ ഇരിക്കുന്നതും നടക്കുന്നതും ആയിരിക്കുന്നതും ജീവിക്കുന്നതും അത്രേ പ്രാർത്ഥന. ഒരിടത്ത് ഇരുന്നു കൊണ്ട് മാത്രമല്ല പ്രാർത്ഥന, അവൻ ഭക്തനായി ജീവിക്കുന്നത് പ്രാർത്ഥനയാണ്. ഇതാണ് ആമേൻ കർത്താവ് ഒരു ഭക്തനെ കുറിച്ച് ആഗ്രഹിക്കുന്ന അവന്റെ ജീവിത ക്രിസ്തീയ ചര്യ. यहाँ 18 वचन में ये बोला, हर समय हर प्रकार से आत्मा में प्रार्थना और विनती करते रहो। प्रार्थना का मतलब है और लगातार विनती किया करो। एक प्रार्थना का मतलब है, हम लोग जो शादी में एक व्यक्ति, एक दुल्हन होते हैं और दूल्हा होता है, उनकी वस्त्र में अलग अलग तरीके का चीजें हम रखते हैं। एक ये चीज है, ये किधर है, उस तरीके का एक वस्त्र के ऊपर क्या क्या लगाना है, एक वो आभूषण की तरह किस तरीके के क्या क्या चीजें लगाना है, उसी तरीके से परमेश्वर की लोगों को प्रार्थना, हालेलुया, जो यीशु मसीह जो सच्चा है, यीशु मसीह जो धार्मिकता है, यीशु मसीह जो सुसमाचार है, यीशु मसीह जो हालेलुया जो डाल है, और यीशु मसीह है जो आपका टोपा है, यीशु मसीह है जो आपका हथियार है, आपका जो तलवार है, ये लेकर होना है जब आप प्रार्थना करते। जब आप इस तरीके से जब प्रार्थना करते हो, आपकी मुंह से निकलने वाला एक शब्द स्वर्ग स्वीकार करता है। अंधकार की शक्ति को हालेलुया तितर फितर कर कर आगे घुसकर आपकी प्रार्थना का उत्तर लेकर स्वर्ग से आपकी जीवन में परमेश्वर की महिमा के लिए धरती पर उतर आता है। आमीन, यही है प्रार्थना। इसलिए आपको जब प्रार्थना करते हो, आप सारे हथियारों को बांधकर प्रभु की महिमा होने के लिए दिल से प्रार्थना किया करो, फिर देखना आपके जीवन में चमत्कारी कार्य होगा। കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ലോകത്തെ ജയിച്ചവനെന്ന് പറഞ്ഞു. यीशु मसीह ने बोला, तुमको धरती पर परेशानी पक्का है, लेकिन धीरज बांधो, मैं दुनिया को जीता हुआ है। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥന പറയുക മാത്രമല്ല, അവൻ പ്രാർത്ഥിച്ചു കാണിച്ചു.
അവന്റെ ജീവിതം ജീവിച്ചു കാണിച്ചു, ആത്മീയതയിൽ നടന്നു കാണിച്ചു. അവൻ സകലത്തിനും നമുക്ക് മാതൃകയായിരുന്നു. ആ യേശുവിന്റെ ആത്മാവാണ് ഇന്ന് ഓർപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയുടെ ആത്മാവ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് ഓർപ്പിക്കുന്നത്. प्रभु यीशु मसीह की आत्मा जब हमारे अंदर है तो यीशु मसीह ने हमको प्रार्थना शिक्षा दिया, सिर्फ अकेला नहीं, उन्होंने प्रार्थना करके दिखाया। रात भर दिन भर सुबह भोर में चलते फिरते हुए प्रार्थना करके दिखाया और अपने जीवन एक नमूना के तौर पर हमारे सामने प्रकट किया। उसी प्रार्थना के बारे में पवित्र भोजन कहता है, एलिया हमारे जैसा सुखभोग व्यक्ति है, इसलिए हम लोग सब प्रार्थना करेगा तो प्रभु के लिए बहुत भयंकर काम आपके द्वारा प्रभु करेगा। ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഓരോരുത്തരും യേശു നമുക്ക് മാതൃകയായി അവൻ നിന്നു. ഒന്ന്, യായിറോസിന്റെ ഭവനത്തിൽ യായിറോസിന്റെ മകൾ മരിച്ചു. യേശു പ്രാർത്ഥിക്കുന്ന വ്യക്തി നമുക്ക് മാതൃകയായി നമ്മുടെ രക്ഷകനായിരുന്നു. യേശു അവിടെ ചെന്നപ്പോൾ എല്ലാവരുടെയും ലോകത്തിന് മുമ്പിൽ യായിറോസിന്റെ മകൾ മരിച്ചു. യേശു അവിടെ ചെന്നപ്പോൾ യേശു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ. യേശു പറഞ്ഞത് യായിറോസിന്റെ മകൾ ഉറങ്ങുകയാകുന്നു. प्रार्थना करने वाला यीशु परमेश्वर का भवन का सरदार याइरोस का बेटी जब गुजर गए थे, मृत्यु पा गए थे, उन लोगों ने उनको समाचार सुनाया। वक्त यीशु मसीह प्रार्थना करने वाला धीरज से वहां गया, वहां जाकर सबके सामने कहने लगा, वो मरा नहीं, वो सो रहा है। क्या मतलब है? प्रार्थना करने वाला व्यक्ति के सामने कुछ भी असंभव नहीं है। ആമേൻ. അതേപോലെ ലാസറിന്റെ ഭവനത്തിൽ യേശു സ്നേഹിച്ച ഭവനമായിരുന്നു ലാസർ. ആ ഭവനത്തിൽ അനേക പ്രാർത്ഥനകളും യേശു വിശ്രമിക്കുന്ന ഭവനമായിരുന്നു. പക്ഷേ ആ ഭവനത്തിൽ ഇതാ ലാസർ ഏറ്റവും സ്നേഹിച്ച മനുഷ്യൻ മരിച്ചു പോയി. പക്ഷേ യേശു ആമേൻ ആ ലാസറിന്റെ മരണവും 1, 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഭവനത്തിലേക്ക് വരുന്നത്. എന്തോ യേശു ലാസറിനെ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ ഏറ്റവും സ്നേഹിച്ച ഭവനത്തിലെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. परमेश्वर यीशु मसीह बदानिया का लाजर के घर में लगातार जाते थे, उनकी बहनों के द्वारा अच्छे सत्कार पाते थे, अच्छे से रिश्ते थे। एक दिन उनके घर में बहुत बड़ी बात हो गया तो 1 दिन नहीं, 2 दिन नहीं, 4 दिन के बाद मृत्यु पाकर उस व्यक्ति की लात को दफनाई करने के बाद यीशु मसीह उस घर में आया, प्रार्थना का शक्ति को प्रकट किया। जो व्यक्ति यीशु मसीह की महिमा के लिए अपना जीवन को देता है, उस व्यक्ति के जीवन में प्रभु अपनी महिमा को प्रकट करता है। उसी का उदाहरण है लाजर का भवन। ഈ 2 ഭവനങ്ങളിലും യേശു ചെന്നപ്പോൾ, അതായത് നമ്മോട് പിന്നെയും ആത്മാവ് ഓർപ്പിക്കുന്നത്, സർവായുധവർഗം ധരിച്ചു നിൽക്കുന്ന ഒരുവൻ മരിച്ചവനെ കണ്ടാൽ, ഇതാ ആദ്യം ദൈവരാജ്യത്തെ കുറിച്ച് യേശു പറഞ്ഞത്, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ. ഇത് ദൈവരാജ്യത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ്. ഇത് യേശു കാണിച്ചു തന്നത്, മരിച്ചവൻ നിന്റെ ദൃഷ്ടിയിൽ, സർവായുധവർഗം ധരിച്ച ഒരുവന്റെ ദൃഷ്ടിയിൽ അവൻ ഉറങ്ങുകയാ. സമൂഹം പരിഹസിക്കും, പക്ഷെങ്കിലോ അവൻ ഉറങ്ങുന്നവനെ ഉണർത്തുകയും കൂടെ ചെയ്യും. പരിഹസിക്കുന്നവന് മുമ്പിൽ അവന്റെ തലയെ താഴ്ത്തു അവൻ പ്രാർത്ഥിക്കുന്നവന്റെ തല ഉയരുവാൻ ദൈവം ഇടയാക്കും. जो व्यक्ति प्रार्थना करता है उसका सिर कभी भी नीचे झुकने के लिए नहीं देता। हम देखा है एलिया घुटना टेक कर भूमि पर, हालेलुया, घुटना के बीच में सिर रखकर प्रार्थना किया तो समूह में, राज्य के बीच में प्रभु ने उनको सिर को ऊंचा किया। जो व्यक्ति प्रार्थना करते हैं उस व्यक्ति को समाज के ऊपर, समूह के ऊपर, जो व्यक्ति मृत्यु पाते हैं, जो व्यक्ति सोते रहता है, जो व्यक्ति आपकी मजाक उड़ाता है, जो व्यक्ति आपकी टट्टा करते हैं, उस व्यक्ति के सामने परमेश्वर आपको ऊंचा करेगा। प्रभु आपकी जीवन में चमत्कारी कर कर आपकी नाम को प्रभु की महिमा कराएगा।
ആമേ. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ ലജ്ജിച്ചു പോകാൻ സമ്മതിക്കുന്ന ദൈവം അല്ല. ഒന്ന് നാം വിശ്വസിക്കണം, അവൻ നാം ലജ്ജിച്ചു പോകാൻ സമ്മതിക്കത്തില്ല. പൗലോസിന്റെ യാത്രയിലുടനീളം ചങ്ങല ധരിച്ചവനായി സുവിശേഷം നിമിത്തം യാത്ര ചെയ്യുമ്പോൾ പൗലോസ് ഒരിക്കൽ പോലും അയ്യോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ എന്ന ചിന്തയിൽ പോലും പൗലോസിന്റെ വന്നില്ല. പൗലോസ് രാജാവിനോടും സുവിശേഷം അറിയിച്ചു, ഫെലിക്സിനോട് സുവിശേഷം അറിയിച്ചു, കാരാഗ്രഹത്തിലായിരുന്നു, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. തന്റെ ജീവിതത്തിലെ അനേക വിഷയങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഉദ്ധരണി പോലെ ഓർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പൗലോസിന്റെ മുമ്പില് ജനം പറഞ്ഞു പൗലോസ് കാരാഗ്രഹത്തിലായി, ചങ്ങല ധരിക്കപ്പെട്ടു. പൗലോസ് പറഞ്ഞത് ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു. അതാണ് ഒരു ദൈവവൈതലിന് പറവാനുള്ളത്. परमेश्वर का दास को या दासी को, बच्चों को कभी भी परमेश्वर लज्जित होने नहीं देता। हमेशा देखना, जीवन में परेशानियां, दिक्कतें, मुश्किलें आ सकता है। प्रेरित पौलुस का जीवन के बारे में आप देख सकता है, उन्होंने अपनी मिशनरी यात्रा में बहुत तेरे अनुभवों को सामना किया, बहुत बार उनको पीड़ा मिला, बहुत बार वो दुष्कट पड़ा, उनकी हालेलुया जहाज टूट गया, जहां भी उनको बहुत दिक्कत पड़ा, लेकिन उन्होंने राजा के सामने, हालेलुया मंत्रियों के सामने प्रभु की वचनों का घोषणा कर कर हालेलुया प्रभु की नाम को महिमा किया। आपको सिर को चाहे हो सकता थोड़ी देर के लिए आपकी जीवन में दिक्कत परेशानी आ सकता है, लेकिन आप घबराओ मत। प्रभु आपको हालेलुया लज्जित होने के लिए, आपको शर्मिंदा होने के लिए नहीं देगा। आपको सिर को ऊंचा कर कर जो व्यक्ति प्रार्थना करता है, जो व्यक्ति प्रभु में है, आमीन, जो व्यक्ति प्रभु के लिए अपना जीवन दिया हुआ है, अपन उनका नाम को अपनी दिल पर रख छोड़ा है, उस व्यक्ति को प्रभु लज्जित होने नहीं देगा। दिक्कतें परेशानियां आ सकता है, लेकिन आप ये करना, प्रभु आपके द्वारा बहुत बड़ा महिमा आपके द्वारा लेगा और आपको अभिषेक के द्वारा इस्तेमाल करेगा। ആമേൻ. നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് ജനം പുറപ്പെട്ടു വരുമ്പോൾ മിസ്രൈം പാപം കഠിന ആ കഷ്ടം അനുഭവിച്ച ഇടത്തു നിന്ന് അവിടുന്നുള്ള പുറപ്പാടാണ്. 3 ദിവസം യാത്ര ചെയ്തു. നമുക്കറിയാം, നമ്മുടെ വിളി കനാനിലേക്കാണ്, സ്വർഗീയ കനാനിലേക്ക്. അക്ഷരീകമായിട്ട് മിസ്രൈമിൽ യാക്കോബിന്റെ സന്തതികൾ വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്തു. അവർ 3 ദിവസം യാത്ര ചെയ്തപ്പോൾ ഫറവോന്റെ കാതിലെത്തിയത്, അവർ 14-ാം അധ്യായത്തിന്റെ പുറപ്പാട് പുസ്തകം 14-ന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ ഉഴന്ന് ആഴരുന്നവരായി തീർന്നു. അതായത് മരുഭൂമിയിൽ അവർ കുടുങ്ങിപ്പോയിരിക്കുന്നു, അവർ ഉഴലുന്നു എന്ന് ഫറവോന്റെ മുമ്പിൽ ഇസ്രായേലിലേക്ക്, അതായത് വാഗ്ദത്ത കനാനിലേക്ക് ഉള്ള യാത്രയിൽ അവരെ കുറിച്ച് ആദ്യം കേട്ട വസ്തുത, അവർ ഉഴന്നു നടക്കുന്നു. ആമേൻ. നമ്മൾ ഹല്ലേലൂയ സമൂഹം നമ്മെക്കുറിച്ച്, അതായത് നിത്യതയ്ക്ക് വിളിക്കപ്പെട്ട നമ്മെ ഓരോരുത്തരെ കുറിച്ച് സമൂഹം അഴലുന്നു, അല്ലെങ്കിൽ ഉഴലുന്നു, കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ആമേൻ വസ്തുതകൾ കേൾക്കുമ്പോൾ ആമേൻ ലജ്ജിച്ചു പോകരുത്. നമുക്കും ആമേൻ സ്തോത്രം, ആ ചെങ്കടൽ പിളർന്നതുപോലെ ഒരു വഴിയുമില്ലാത്തടത്ത് ശ്രേഷ്ഠകരമായ വാതിലും വഴിയും ദൈവം വിളിച്ച വ്യക്തിയെങ്കിൽ അവന് വേണ്ടി ദൈവം തുറന്നിരിക്കും. आमीन। हम देख सकता है, मिस्री की गुलामी से इब्रानी लोग, इस्राएली लोग जब निकले थे, 3 दिन का यात्रा करके उन्होंने हालेलुया उसका निर्गमन का 14 का 2 वचन में लिखा है, वो मिग्दोल और बाल सहोर का बीच में पीहिरियोतिन का किनारे पर छावनी लगाने के लिए परमेश्वर ने इस्राएली जनों को मूसा के द्वारा बोला। जब इसको सुनकर हालेलुया फरवो को कान में पता चल गया, इस्राएली लोग मरुस्थल में उलझने में बचे हैं और जंगल में गिर गए हैं करके सुनने लगा। आपको मालूम है, उनको बुलाया गया था कनान देश पहुंचने के लिए। अगर कनान देश पहुंचने के लिए प्रभु ने अगर बुलाया है, तो आपको आधे रास्ते पर छोड़ कर जाने वाला प्रभु नहीं है। लाल समुद्र को सुखाकर प्रभु ने उनको
पार कर कर फरवो और उसकी सेना को उस लाल समुद्र डुबाकर हालेलुया अपनी जनों को 1-2 लोग नहीं 40 लाख लोगों को आगे ले गया। वही परमेश्वर जब आप प्रभु में आते हैं, प्रभु में आगे बढ़ते हैं, लोग आपके बारे में बोलेगा देखो वो उलझ रहा है, वो बच रहा है, वो ये कर रहा है, वो गिर गए हैं। उस तरीके के आवाज आपकी कान में सुन सकता है। घबराओ नहीं, आपको बुलाने वाला साधारण व्यक्ति नहीं है। सूर्य चंद्र नक्षत्र आदियों को बनाने वाला, होने दे करके बोला तो होने के लिए जो कुछ भी अपने हुक्म से बनाने वाला सर्वशक्तिमान की प्रजा है। आप उनकी संतान है। आपको आधी रास्ते पर लाल समुद्र जैसे किनारे पर छोड़कर नहीं जाएगा। आपको जिस स्थान के लिए स्वर्गीय सियोन में आपको लेकर छोड़ेगा, अनंतकाल का जीवन प्राप्त करने तक आपके संग हो रहेगा। उनका नाम इम्मानुएल है। वो आपको रास्ता नहीं, वो आपके संग है। आगे बढ़िए, धीरज रखिए। आपकी छोटी छोटी बातों के ऊपर आप घबराइए नहीं, आगे बढ़िए। प्रभु है आपके साथ। वो जैसे इस्राएलियों को दिन में बादल की तरह, रात को अग्नि की खंभा की तरह रहा, तो आपकी जीवन की हर एक बात पे प्रभु आपको मदद करते हुए आगे बढ़ाएगा। यही है प्रभु का लोगों का हालेलुया वायदा। ആമേൻ. ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ 2:5 പറയുന്നു, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം ധരിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അങ്ങനെ ഹല്ലേലൂയ യാത്ര ചെയ്യുന്ന നാം ഏലിയാവിനെ പോലെ സമസ്വഭാവമുള്ളവരാണ്, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരാണ്. നമ്മുടെ കരം പിടിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവാണ് നമ്മെ അക്കരെ കൊണ്ടെത്തിക്കും. നമ്മുടെ കാതുകളിൽ ആമേൻ ഒരുപക്ഷെ ആമേൻ അപഹാസ്യതയുടെ അപമാനത്തിന്റെ വാക്കുകൾ വന്നാലും യേശു നമ്മെ വിടുകയില്ല, അക്കരെ കൊണ്ടെത്തിക്കും. ചെങ്കടൽ പോലെയുള്ള വഴികൾ തുറക്കപ്പെടും, ശ്രേഷ്ഠകരമായ വാതിലുകൾ തുറക്കപ്പെടും, അത്ഭുതകരമായ വഴികൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിനെ ധരിക്കുക, ആ ഭാവം നമുക്ക് ഉൾക്കൊള്ളുക. അങ്ങനെ തന്നെ ശേഷിച്ച ആയുസ് ക്രിസ്തീയ ജീവിതം ജയകരമായി ആമേൻ ജയിച്ചവനിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പോകാം. കർത്താവ് അതിനായി ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദിയും സഭയോടുള്ള പ്രത്യേക നന്ദിയും കർത്താവിന്റെ ഭൃത്യന്മാരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. फिलिपियों का पत्री 2 अध्याय इसका 5वां वचन में लिखा है, जैसे मसीह यीशु का स्वभाव था वैसा ही तुम्हारा भी स्वभाव हो। हमारा स्वभाव में कोई भी गलत रीति ना होना चाहिए। जिन्होंने हमको बुलाया वो जिता हुआ परमेश्वर है, वो आधे रास्ते पर हरा हुआ नहीं। यहूदियों का आक्रमण के द्वारा, रोमन सेनाओं का आक्रमण के द्वारा हराकर, पीछे हटकर, शैतान की प्रलोभन में आकर, परीक्षा में आकर पीछे हटा हुआ, अपनी हालेलुया बुद्धि को इस्तेमाल किया हुआ, मानुषिक बुद्धि को इस्तेमाल किया हुआ ये प्रभु नहीं है। वो जिता हुआ है, वो जीवित खुदा है। वो आपको जीवन की समस्या कुछ भी हो, चाहे कोई भी हो, जो दुनिया बोले ये नहीं हो सकता, प्रभु बोलते हैं सब कुछ संभव है। संभव को, असंभव को संभव करने वाला वो सर्वशक्तिमान है जो आपके जीवन में है। इसलिए आप घबराओ मत, आप डरो मत। प्रभु आपके संग है, आपको आगे रास्ता तक ले जाएगा। आपका स्वभाव के अंदर गलत फहमी, गलत सोच, गलत विचार, गलत रीति रिवाज ना आने पाए। प्रभु की ओर अपने आप को नम्र कीजिए, दीन कीजिए। एक नया योद्धा की तरह, एक एलिया की तरह, एक प्रार्थना जीवन। एफेसियों का पत्री का वचन के अंदर जैसे पढ़ा, यीशु मसीह को अपना जीवन का सच्चाई, हालेलुया धार्मिकता, हालेलुया प्रभु हमारे जीवन का सब कुछ बनकर आगे बढ़िए। प्रभु आपके जीवन में अद्भुत कार्य करेगा। आपको सियो का ना हालेलुया सियोन देश पे, हालेलुया अनंतकाल का सियोन स्वर्ग देश में प्रभु पहुंचाएगा। वो प्रभु आपके संग है। हालेलुया इस वचन के द्वारा आज प्रभु आपको आशीष दे। वचन बोलने के लिए मुझे अवसर दिया प्रभु का दास और परिवार और पूरी कलीसिया को मैं धन्यवाद करता हूं।
आप सबको जय मसीह. കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പ്രഘോഷിച്ചതിനായി, ഞങ്ങളെ ഉത്തേജിപ്പിച്ചതിനായി, ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം ഒന്നുകൂടി ഹല്ലേലൂയ പ്രകടമാക്കിയതിനായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ദാസിയെയും കുഞ്ഞുങ്ങളെയും അമ്മയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. राजाओं का राजा है वो, प्रभुओं का प्रभु है. राजाओं का राजा है वो, प्रभुओं का प्रभु है. प्रभु यीशु मसीह, प्रभु यीशु मसीह, प्रभु यीशु मसीह, प्रभु यीशु मसीह. राजाओं का राजा है वो, प्रभुओं का प्रभु है. राजाओं